Good morning to all. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിന്റെ BA സോഷ്യോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് BSOC 106 സോഷ്യോളജി ഓഫ് റിലീജിയനിലെ യൂണിറ്റ് 10 ആണ്. സോ യൂണിറ്റ് 10ന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് റിലീജിയൻ ആൻഡ് സോളിറ്റ്യൂഡ്, ഭക്തി ആൻഡ് സൂഫിസം ആണ്. സോ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ദ ഭക്തി ട്രഡീഷൻ, വാട്ട് ഈസ് സൂഫിസം, സൂഫിസം ആൻഡ് ഭക്തി കമ്പാരിസൺ ആണ്. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് 3 കാര്യമാണ്. എന്താണ് ഭക്തി മൂവ്മെന്റ്, എന്താണ് അല്ലെങ്കിൽ ഭക്തി ട്രഡീഷൻ എന്താണ്, അതുപോലെ എന്താണ് സൂഫിസം, ആ ഒരു സൂഫിസം എന്ന് പറഞ്ഞ മൂവ്മെന്റ് എന്താണ്, ദെൻ ഇവ രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഈ ഒരു എൻറ്റയർ യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ അറ്റ് ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഭക്തി ട്രഡീഷൻ ആണ്. എന്താണ് ഭക്തി ട്രഡീഷൻ അല്ലെങ്കിൽ ഭക്തി ട്രഡീഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ ഹിസ്റ്ററി, ദെൻ നോർത്തിൽ എങ്ങനെയാണ്, സൗത്തിൽ എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. സോ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ ഈ ക്ലാസ്സിലും നിങ്ങളോട് പറയാണ്, എന്താണ് സ്ലൈഡ്സ് ഫോളോ ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സിന് ശേഷം വായിക്കുക. എന്ന് വെച്ചാൽ ഈ സ്ലൈഡുകളൊക്കെ നമ്മൾ ഈ ക്ലാസ് ഫുള്ള് കേട്ട് സ്ലൈഡ്സ് ഒക്കെ ഒന്ന് നിങ്ങൾ ഞാൻ പറയുമ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അതിലൂടെയൊക്കെ ഒന്ന് വായിച്ചു പോയി, ദെൻ ഈ ക്ലാസ് കഴിഞ്ഞതും ആ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പാർട്ട് വായിച്ചു പോവുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ യൂണിറ്റ് പഠിച്ചു എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും നിങ്ങൾ. ദെൻ ഇതോടൊപ്പം തന്നെ ഡെഫിനറ്റ്ലി യു ഗൈസ് നീഡ് ടു കീപ്പ് എ പെൻ ആൻഡ് പേപ്പർ. എന്തിനാണ്, എക്സ്ട്രാ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നോട്ടും എഴുതിയെടുക്കാൻ. Okay, so we can start. We can go through the slides. First one, ഭക്തി ട്രഡീഷൻ. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ആദ്യം തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ മിഡീവൽ ഇന്ത്യയിൽ എന്താണ് നമുക്കറിയാം, നമ്മുടെ ആ ഒരു മിഡീവൽ കാലഘട്ടത്തിൽ നമ്മുടെ സൊസൈറ്റിയെ കൺട്രോൾ ചെയ്തിരുന്നത് കാസ്റ്റ് സിസ്റ്റത്തിലൂടെയാണ്. അപ്പോൾ ഒരുപാട് ഇൻഈക്വാലിറ്റിയും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതെന്ന് നമുക്ക് അറിയാം. ദെൻ ഈ സിസ്റ്റം ഒരു എക്സ്ട്രീം ഇൻഈക്വാലിറ്റിയും അതുപോലെ തന്നെ ചില ആളുകൾക്ക് പ്രിവിലേജസും ചില ആളുകൾക്ക് ഡിസഡ്വാൻറ്റേജസും ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയാം എന്താണ് ബ്രാഹ്മിൺസിനെ ഒരു ഹയർ കാസ്റ്റ് എന്നുള്ള ആ ഒരു അതോറിറ്റിയും അവർക്ക് അതിൻ്റെതായ പ്രിവിലേജും കൊടുത്തിരുന്നു. ലോവർ കാസ്റ്റ് പീപ്പിൾ എന്താണ് ഒരുപാട് സഫർ ചെയ്തിരുന്നു. നിങ്ങൾ തൊട്ടുകൂടായ്മ, അതുപോലെ തന്നെ അശുദ്ധി, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൽ വന്നിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. സോ ആ ഒരു കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ഇഷ്യൂ ആയിരുന്നു ഈ കാസ്റ്റ് ഇൻഈക്വാലിറ്റി എന്ന് പറയുന്നതും ചില കാസ്റ്റുകൾക്ക് പ്രിവിലേജസ് കൊടുക്കുന്നതും. ദെൻ ഇത് ആ കാലഘട്ടത്തിൽ ഹിന്ദു റിലീജിയസ് ഐഡിയാസ് സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം എന്താണ്, ഹൈ ബർത്തിലുള്ള എന്ന് വെച്ചാൽ ബ്രാഹ്മിൺസ് ആയിട്ട് ജനിച്ചവരെല്ലാം പ്യുവർ ആണെന്നും ലോ ബർത്ത് എന്ന് വെച്ചാൽ ആ ഒരു ശൂദ്രാസിലൊക്കെ ജനിച്ച ആളുകൾ എന്താണ് ഇംപ്യുവർ ആണ്, അശുദ്ധി ഉള്ളവരാണ് എന്നുള്ളൊരു വിശ്വാസം ഹിന്ദു റിലീജിയസ് ഐഡിയാസിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി എന്താ അത് സൂചിപ്പിക്കുന്നത്, ആ ഒരു മതം തന്നെ എന്താണ് ഇങ്ങനെയുള്ള ഡിവിഷൻസ് സമൂഹത്തിൽ കൊണ്ടുവന്നിരുന്നു, അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ദെൻ ചില കാസ്റ്റുകളെ സപ്രസ് ചെയ്യുന്നതിലും സഫറിങ്ങിനും ആ മതം സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ള രീതിയിലാണ് ആ കാലഘട്ടത്തിൽ പോയിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഹിന്ദുയിസം എന്താണ് ഒരു റിലീജിയൻ ആയിട്ടും അതുപോലെ തന്നെ ഒരു സോഷ്യൽ ഫ്രെയിംവർക്ക് ആയിട്ടും ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു സമൂഹത്തിന്റെ സ്ട്രക്ചറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഐഡിയോളജീസ് ഹിന്ദുയിസത്തിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ മനുസ്മൃതിയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. സോ അതിലെല്ലാം എന്താണ് ഇങ്ങനെ കുറെ ഇൻഈക്വാലിറ്റി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ വന്നിരുന്നു. അംബേദ്കർ അതിന് എഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്തതാണ് എന്നൊക്കെ നമുക്കറിയാം. സോ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ദെൻ ഒരു ഹിന്ദുവിന്റെ ലൈഫ് ഷേപ്പ് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു, ആ വ്യക്തി ഏത് കാസ്റ്റിൽ ജനിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ദെൻ ആ വ്യക്തിയുടെ ആക്ഷൻസ്, കർമ്മ, നമ്മൾ ഇപ്പോഴും പറയും അത് അല്ലേ, കർമ്മ അടിച്ചു അവൻ എന്താ പറ്റി, അവന് കർമ്മ അടിച്ചു. അല്ലെങ്കിൽ നമ്മൾ പറയും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത എന്തോ പാപത്തിന്റെ ഫലമാണ് ഇന്ന് അവൻ അനുഭവിക്കുന്നത്. അപ്പൊ ആ ഒരു കർമ്മ അവന്റെ ആക്ഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ദെൻ അൾട്ടിമേറ്റ് റിയാലിറ്റി, ബ്രഹ്മൻ എന്ന് വെച്ചാൽ ദാറ്റ് പേഴ്സൺ ഷുഡ് ബി പാർട്ട് ഓഫ് ദിസ് ബ്രഹ്മൻ, ഈ ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റിയുടെ ഭാഗമാകണം ആ വ്യക്തി എന്നുള്ളതുമുണ്ട്. അതുപോലെ മോക്ഷ എന്ന് വെച്ചാൽ പാപമോചനം, ആത്മാവിന് മോക്ഷം കിട്ടുക എന്നുള്ളതൊക്കെയാണ് ഹിന്ദുവിൻ്റെ ലൈഫ് ഷേപ്പ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു ഭാഗം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത് പേജ് നമ്പർ 185 ടോപ്പ് പാരഗ്രാഫിലാണ്. ടു ബി എ ഹിന്ദു meant that one's life was governed by factors such as being born in a caste, being subject to one's action or karma, to be a part of Brahman,
ആൻഡ് എയിം അറ്റ് അച്ചീവിങ് മോക്ഷ ഓർ ലിബറേഷൻ ഓഫ് വൺ സോൾ ഓർ സാൽവേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്, ഏത് മതത്തിലാണോ അവൻ ജനിക്കുന്നത് അത് അവന്റെ ജീവിതകാലം മുഴുവൻ അവന്റെ കൂടെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ബ്രാഹ്മൺ ആണെങ്കിൽ എന്താണ്, ആ വ്യക്തി അങ്ങനെയാണ് ജീവിക്കുക, ഹൈ പ്രിവിലേജസോട് കൂടിയാണ് ജീവിക്കുക. ബട്ട് ഇഫ് ഈ ബോൺ ഫ്രം എ ശൂദ്ര കമ്മ്യൂണിറ്റി, അപ്പൊ എന്താ ഉണ്ടാവുക, അവിടെ അത്രയും സപ്രസ് ചെയ്യപ്പെട്ടിട്ടാണ് ജീവിക്കുക. സോ ആ ഒരു കണ്ടീഷനിലൂടെ ആയിരിക്കും അവന്റെ ജീവിതം പോകുന്നത്. ദെൻ അതുപോലെ തന്നെ എന്താണ്, തന്റെ ആക്ഷൻസിനെ എന്ന് വെച്ചാൽ ആക്ഷൻസിന്റെ രീതി അതിനനുസരിച്ചിട്ടാണ് അവന്റെ ജീവിതം മുന്നോട്ട് പോവുക. എന്താണ് ആക്ഷൻ, ആ ആക്ഷന്റെ ഫലമാണ് ഉണ്ടാവുക എന്നൊരു വിശ്വാസമുണ്ട്. ദെൻ അൾട്ടിമേറ്റ് റിയാലിറ്റിയുടെ ഭാഗമാവണം. ദെൻ മോക്ഷ, ലിബറേഷൻ ഓഫ് സോൾ എന്നുള്ളതിലൂടെ കടന്നു പോകും ഒരു ഹിന്ദുവിന്റെ ജീവിതം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എവിടുന്ന് കിട്ടി, അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ നമ്മൾ പറയും ഇസ്ലാം ആണെങ്കിൽ ദർ ഇസ് എ ഖുറാൻ, അങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ ബൈബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ ടെക്സ്റ്റ് ഉണ്ട്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഹിന്ദുയിസം വി ഡോണ്ട് ഹാവ് എ സിംഗിൾ ടെക്സ്റ്റ്. ഇവിടെ എന്താണ്, ഡിഫറെന്റ് സ്ക്രിപ്റ്റേഴ്സ് പല സമയത്തായിട്ട് വന്നിട്ടുണ്ട്. വേദാസ്, ഉപനിഷത്സ്, പുരാണാസ്, ഭഗവത്ഗീത, അങ്ങനെ പല ടെക്സ്റ്റുകളിലൂടെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ നമുക്കറിയാം കാസ്റ്റ് റിജിഡ് ആണെങ്കിൽ പോലും ഒരുപാട് ആന്റി കാസ്റ്റ് മൂവ്മെന്റുകളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയ ആന്റി കാസ്റ്റ് മൂവ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വന്നിട്ടുള്ള രണ്ട് മൂവ്മെന്റുകളാണ് ബുദ്ധിസവും ജൈനിസവും. കാസ്റ്റ് ഇന്നീക്വാലിറ്റിക്ക് അഗെയിൻസ്റ്റ് ക്രിറ്റിസൈസ് ചെയ്ത് 6th century BC വന്നിട്ടുള്ള രണ്ട് മൂവ്മെന്റുകളാണ് ബുദ്ധമതവും ജൈന മതവും. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ള ആന്റി കാസ്റ്റ് മൂവ്മെന്റുകൾ തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഭക്തി മൂവ്മെന്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്തത്, വെച്ചാൽ ഭക്തി മൂവ്മെന്റിന്റെ വരവിനെ കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നാണ് പറയുന്നത്. സോ ഭക്തി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സെൽഫ്ലെസ് ഡിവോഷൻ ടു ദ വൺ ഗോഡ്, ഒറ്റ ദൈവം. നമുക്ക് ഹിന്ദുയിസത്തിൽ എങ്ങനെയാ, വി ഹാവ് മൾട്ടിപ്പിൾ ഗോഡ്സ് അല്ലേ, അങ്ങനെയല്ല, ഇവർ ചൂസ് ചെയ്യുന്നത് ഒറ്റ ദൈവത്തിനെയാണ്. ആ ഒരു ഒറ്റ ദൈവത്തിൽ അർപ്പിച്ച് ജീവിക്കുക, അതും സെൽഫിഷ് ആവരുത്, സെൽഫ്ലെസ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് പ്രാധാന്യം എന്നല്ല, മറ്റുള്ളവർക്കും പ്രാധാന്യമുണ്ട്, ദൈവത്തിൽ പ്രാധാന്യം അർപ്പിച്ച് ജീവിക്കുക എന്നുള്ളതായിരുന്നു ഭക്തി മൂവ്മെന്റിന്റെ ആ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭക്തി മൂവ്മെന്റ് വരാൻ ഒരു എന്താ പറയുക സാഹചര്യം ഒരുക്കിയ രണ്ട് മൂവ്മെന്റുകളാണ് ബുദ്ധിസവും ജൈനിസവും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആന്റി കാസ്റ്റ് മൂവ്മെന്റ്സ് എന്നാണ് പറയുന്നത്. Now we can move to the spread of ഭക്തി. എങ്ങനെയാണ് ഈ ഭക്തി ട്രഡീഷൻ സ്പ്രെഡ് ആയത്, വേൾഡ് മൊത്തം സ്പ്രെഡ് ആയതെന്ന് നോക്കാം. ഭക്തി ഒരുപാട് ഹിന്ദു പ്രാക്ടീസുകളെ എന്ന് വെച്ചാൽ ചില പ്രാക്ടീസുകളോട് അവർക്ക് ഒട്ടും ചേർന്ന് പോകാൻ പറ്റില്ലായിരുന്നു. സോ അതിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടാണ്, അതാണ് നേരത്തെ പറഞ്ഞത് ഇന്നീക്വാലിറ്റി, കാസ്റ്റ് ഹൈറാർക്കി, സോ ഇതിനൊക്കെ ക്രിറ്റിസൈസ് ചെയ്തിട്ടാണ് ഭക്തി ട്രഡീഷൻ വരുന്നത്. പക്ഷേ എന്നാൽ പോലും ഒരുപാട് പിന്നീട് വന്നിട്ടുള്ള ഹിന്ദു വിശ്വാസങ്ങൾ, റിച്വൽസ്, ഇതെല്ലാം ഭക്തി ഐഡിയാസിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബിക്കോസ് ഭക്തി അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ജനങ്ങളെ. അതുകൊണ്ട് തന്നെ ഹിന്ദുയിസത്തിൽ വന്ന ചില മാറ്റങ്ങൾ ഭക്തി ട്രഡീഷനിൽ നിന്ന് വന്നതാണെന്ന് പറയപ്പെടുന്നുണ്ട്. ദെൻ ഇന്ത്യയിൽ നോർത്ത് ടു സൗത്ത് ഇന്ത്യ മൊത്തത്തിൽ സ്പ്രെഡായി കിടക്കുന്ന ഒന്നാണ് ഭക്തി. ഇത് പലപ്പോഴും സൗത്ത് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഭക്തി ട്രഡീഷൻ എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് പഠിക്കുക, എന്ന് വെച്ചാൽ നോർത്ത് സൗത്ത് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ പഠിച്ചിരുന്നത്, അല്ലാതെ സൗത്തും നോർത്തും ഒരുമിച്ചല്ല നമ്മൾ പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലും ഈ ഒരു യൂണിറ്റിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ രണ്ടും പഠിക്കാനുണ്ട്. ഇനി എങ്ങനെയാണ് ഭക്തി വന്നതെന്ന് നോക്കാം. ഒരു 3 റിലീജിയസ് ട്രഡീഷന്റെ ഇൻട്രാക്ഷനിൽ നിന്നാണ് ഭക്തി ഡെവലപ്പ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഈ ദിസ് പാർട്ട് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 185 തന്നെ പാത്സ് ആൻഡ് പില്ലേഴ്സ് ഓഫ് ഭക്തി എന്നുള്ള ഒരു പാരഗ്രാഫ് കാണാം. ഫ്രം എ മോഡേൺ ഹിസ്റ്റോറിക്കൽ സ്റ്റാൻഡ് പോയിന്റ് ദ ഡെവലപ്മെന്റ് ഓഫ് ഭക്തി ഈസ് കമ്മിങ് ടുഗദർ ഓഫ് കൺസിഡറബിളി ഏർലിയർ തീസ്റ്റിക് tendencies in 3 major religious tradition of ancient India. അപ്പോൾ 3 മേജർ റിലീജിയസ് ട്രഡീഷൻ, പ്രാചീന ഇന്ത്യയുടെ 3 മേജർ റിലീജിയസ് ട്രഡീഷനിൽ നിന്നാണ് ഈ ഒരു ഭക്തി മൂവ്മെന്റ് വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ആര്യൻ സാക്രിഫിഷ്യൽ കൾട്ട് ആൻഡ് ബ്രാഹ്മണ പ്രീസ്റ്റ് ട്രഡീഷൻ. ഇത് വേദാസിന്റെ ബേസിസിലുള്ളതാണ്. അതെന്താന്ന് വെച്ചാൽ ഈ റിച്വൽ സാക്രിഫൈസസ്, ഈ ബ്രാഹ്മണ പ്രീസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്ന റിച്വൽ സാക്രിഫൈസസ്, നിങ്ങൾ യജ്ഞങ്ങൾ കേട്ടിട്ടില്ലേ, അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്
സെക്കൻഡ് വൺ എന്താണ്? ശ്രമാണ ട്രഡീഷൻസ് പ്രാക്ടീസിങ് ബോഡിലി മോട്ടിഫിക്കേഷൻ ആൻഡ് അസറ്റിസം. ഇത് ബുദ്ധിസം, ജൈനിസം ഇങ്ങനെയുള്ള മൂവ്മെന്റുകളിൽ വന്നിട്ടുള്ളതാണ്. ഈ ട്രഡീഷനിൽ കൂടുതലും അസറ്റിസിസം, അതുപോലെ മെഡിറ്റേറ്റീവ് കണ്ടീഷൻ, സെൽഫ് ഡിസിപ്ലിൻ ഇതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബോഡി മോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഐ മീൻ ബോഡിലി മോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഡിസിപ്ലിൻ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനെ കൺട്രോൾ, നമ്മുടെ ശരീരത്തിനോട് വലിയ ഡിസിപ്ലിൻ പാലിച്ച് നമ്മുടെ പല ഡിസയേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നതിനെയാണ് അത് പറയുക. അപ്പം അത് റിലേറ്റഡ് ടു സന്യാസ ജീവിതമാണ്. ആ ഒരു മെഡിറ്റേറ്റിംഗ് ലൈഫ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അത് വരുന്നത്. ദെൻ ദ തേർഡ് വൺ പ്രീ ആര്യൻ ഫോക്ക് കൾട്ട്. ഇനി ഈ ആര്യൻസ് വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന കുറച്ച് മതവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സ്പിരിറ്റിനെ, ട്രീസിനെ, റോക്സ്, അതുപോലെ വില്ലേജ് ഗോഡസിനൊക്കെ വേർഷിപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സോ ആ ഒരു വിശ്വാസത്തിൽ നിന്നും, അതുപോലെ തന്നെ ശ്രമണ ട്രഡീഷൻ, അതുപോലെ ആര്യൻ സാക്രിഫിഷ്യൽ കൾട്ടിന്റെ ഈ മൂന്നിന്റെയും ഇന്ററാക്ഷനിൽ നിന്നാണ് ഭക്തി ഡെവലപ്പ് ചെയ്തതെന്നാണ് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് എ ക്ലിയർ ഐഡിയ അബൌട്ട് ഇറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ദെൻ ഗോ ത്രൂ ദ ടെക്സ്റ്റ് ബുക്ക് ഓൾസോ. നൗ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ മെയിൻ ഭക്തി സെക്ട്സ്. എന്താണ് ഈ ഭക്തി, എന്താണ് ഈ സെക്റ്റുകൾ എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഗ്രൂപ്പ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഭക്തി ഫോളോവേഴ്സിനെ തന്നെ ഡിഫറെൻറ്റ് സുപ്രീം ഡൈറ്റിയുടെ അടിസ്ഥാനത്തിൽ, എന്ന് വെച്ചാൽ അവർ വേർഷിപ്പ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സുപ്രീം ഡൈറ്റിയുടെ അടിസ്ഥാനത്തിൽ തരം തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആളുകളാണ് വൈഷ്ണവാസ്. വിഷ്ണു, ഭഗവാൻ വിഷ്ണുവിനെയാണ് അവർ ഭഗവാനായി കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ സുപ്രീം ഗോഡ് എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണുവാണ്. നെക്സ്റ്റ് വരുന്നത് ശൈവാസ് ശിവനെയാണ് വർഷിപ്പ് ചെയ്യുന്നത്. ദെൻ ശക്താസ് എന്ന് പറയുന്നത് ഗോഡസ്, ദേവി, ശക്തി, ശിവനും ശക്തിയെയാണ് അവര് വർഷിപ്പ് ചെയ്യുന്നത്. ദെൻ ഈ ഓരോ സെക്റ്റുകളും ഇനിയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടീച്ചിങ്സ് എന്നുള്ള അടിസ്ഥാനത്തിലും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഭക്തിയിലുള്ള ഇമോഷണൽ എക്സ്പ്രസ് ചെയ്യുന്നത് ഇമോഷൻസിലൂടെയാണ്. അതുപോലെ റിഫൈൻഡ് മൂഡ് രസയിലൂടെയാണെന്നാണ് പറയുന്നത്. ദെൻ ഡിവോട്ടീസ് തൻ്റെ ദൈവത്തിനുമായി സ്വയം റിലേറ്റ് ചെയ്യുന്നത് പല വഴികളിലൂടെയാണ്. എന്ന് വെച്ചാൽ പല റിലേഷൻഷിപ്പുകളിലൂടെയാണ്. ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സെർവൻറ്റ് മാസ്റ്റർ റിലേഷൻഷിപ്പ്, ചൈൽഡ് പാരന്റ് റിലേഷൻഷിപ്പ്, അതുപോലെ ഫ്രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. എന്ന് വെച്ചാൽ നമ്മളെ ആരാണ് സഹായിക്കുക എന്ന് നമുക്കറിയില്ല, നമ്മുടെ കൂടെ ആരാണോ നിൽക്കുന്നത് അതിലൂടെ നമ്മൾ ദൈവത്തെ കാണുക എന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ ഇപ്പോൾ ചില സമയത്ത് നമ്മുടെ കൂടെ ഫ്രണ്ട് ആയിരിക്കും. സോ ഫ്രണ്ട് റിലേഷൻഷിപ്പ്, പാരന്റ് ചൈൽഡ്, ലവർ ബിലൗഡ് റിലേഷൻഷിപ്പിലൂടെയൊക്കെയാണ് ദൈവത്തെ കാണുന്നത്. നമ്മൾ ദൈവത്തെ നമ്മുടെ ഫ്രണ്ടായി കാണുക, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ നമ്മൾ ഗുരുവായി കാണുക, അല്ലെങ്കിൽ ദൈവത്തെ ലവറായി കാണുക. ഐ വിൽ ഗിവ് എൻ എക്സാമ്പിൾ. മീരാബായിനെ കേട്ടിട്ടുണ്ടോ? വി ക്യാൻ സ്റ്റഡി അബൌട്ട് ഹെർ. മീരാബായി ദൈവത്തിനെ എങ്ങനെയാണ് കണ്ടത്? തൻ്റെ പ്രണയമായിരുന്നു ദൈവത്തിനോട്, അല്ലേ? അപ്പൊ അങ്ങനെ ഡിവോഷനോട് കൂടി ദൈവത്തെ കാത്തിരിക്കുക. സോ ആ ഒരു രീതിയിലൊക്കെയാണ് ഭക്തിയിൽ ദൈവത്തിനെ റിലേറ്റ് ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഭക്തി ട്രഡീഷനിൽ യോഗയ്ക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഭക്തി ട്രഡീഷനിൽ കൃത്യമായി പറയുന്നുണ്ട് ദൈവത്തിൽ നിന്ന്, എന്ന് വെച്ചാൽ ദൈവത്തിനോട് വളരെയധികം പാഷനേറ്റഡ് ആയ അറ്റാച്ച്മെന്റ് വേണമെന്നും ഈ ലോകത്തിൽ നിന്ന് ഡിറ്റാച്ച്മെന്റ് വേണമെന്നും. സോ യോഗയിലൂടെ നമുക്ക് പഠിപ്പിച്ചു വരുന്നത് എന്താണ്? യോഗ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്? ഈ വേൾഡ്ലി മാറ്റേഴ്സിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുക എന്നാണ്. എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ അതൊക്കെ എന്താണ്? നമുക്ക് മൈൻഡിന്റെ ശാന്തമാക്കുക, ഈ വേൾഡ്ലി ഉള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഭക്തിയും യോഗയും കണക്റ്റഡ് ആയിരുന്നു എന്ന് പറയുന്നു. ചില ഭക്തി ട്രഡീഷൻ ഈ ഡിറ്റാച്ച്മെന്റ് പഠിപ്പിക്കുന്നുണ്ട്, എസ്പെഷ്യലി ഭഗവത്ഗീതയിലൊക്കെ. ഓക്കെ, ഈ ഒരു ഡിറ്റാച്ച്മെന്റ് പഠിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ഭക്തിയിൽ നമുക്ക് കൃത്യമായി കാണാൻ പറ്റുന്നത് എന്താണ്? ഒരു സന്യാസ ജീവിതം തന്നെയാണ്. സോ ഭക്തിയിൽ നിങ്ങൾക്ക് അറിയാം, ആ ഒരു പോപ്പുലർ ഹിന്ദു പ്രാക്ടീസുകളും അതുപോലെ തന്നെ എക്സ്ട്രീമായ സന്യാസ ജീവിതത്തിന്റെ ഇടയിൽ വരുന്നതാണ് ഈ ഭക്തി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇനി ഇതിന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ലിബറേഷൻ ആണ്. അതും ദൈവത്തിനോട് ചേർന്നിട്ട് ലിബറേറ്റഡ് ആവുക, ദൈവത്തിനോട് കൂടി ചേർന്നിട്ട് ലിബറേറ്റഡ് ആവുക എന്നുള്ള വിശ്വാസമാണ് ഭക്തി ട്രഡീഷനിൽ വരുന്നത്. നൗ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഭക്തി പ്രാക്ടീസസ് ആൻഡ് റിച്വൽസ്. ഇനി എന്തൊക്കെ റിച്വൽസുകൾ ഉണ്ടായിരുന്നു ഭക്തി ആ ഒരു ട്രഡീഷനിൽ, അതുപോലെ ഭക്തി പ്രാക്ടീസസ് ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ചില ഡിവോട്ടീസ് റിനൗൺസിയേഴ്സ് ആയിരുന്നു. എന്ന് വെച്ചാൽ റിനൗൺസേഴ്സ് എന്ന് പറഞ്ഞാൽ തൻ്റെ വേർഡ്ലി ജീവിതം വിട്ട് ഒരു സന്യാസ ജീവിതത്തിലേക്ക് കടക്കുക.
എന്ന് വെച്ചാൽ എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ആളുകളായിരുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിനെ എന്താ പറയാ, ദൈവത്തിന്റെ കൂടെ നിന്ന് പ്രൈസ് ചെയ്തുകൊണ്ട് ചാൻഡ് ചെയ്തുകൊണ്ടൊക്കെ ജീവിക്കാം, ഒരു സന്യാസ മാർഗം. അതായിരുന്നു ചില ആളുകൾ സ്വീകരിച്ചിരുന്നത്. ഇനി ഭക്തിയിലുള്ളത് പൂജയുടെ റിച്വൽസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പോപ്പുലർ ഹിന്ദുയിസത്തിൽ ഉണ്ടാവുന്ന പോലെ തന്നെ, എന്ന് വെച്ചാൽ നമ്മൾ ഹിന്ദുയിസത്തിലുള്ള പൂജകൾ പോലെ തന്നെ ഭക്തി ട്രഡീഷനിൽ ഉണ്ടായിരുന്നു. ഈ പൂജയിലെ ഫ്രൂട്ട്സ് ദൈവത്തിന് കൊടുക്കുക, ഫ്ലവേഴ്സ് ദൈവത്തിന് കൊടുക്കുക, വെജിറ്റബിൾസ് കൊടുക്കുക, അങ്ങനെയുള്ള ഒരു ഓഫറിംഗ് ഒക്കെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദെൻ ഈ ഓഫറിങ്സിന്റെ ഫലമായിട്ട് എന്ത് കിട്ടും? പ്രസാദ, ബ്ലെസ്ഡ് ഫുഡ് തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസം ഭക്തിയിൽ ഉണ്ടായിരുന്നു. ദെൻ വേർഷിപ്പ് ഒരുപക്ഷെ വീടുകളിൽ ഉണ്ടാവാം, ടെമ്പിൾസിൽ ഉണ്ടാവാം. ഇനി ചില അടുത്ത ഭക്തി റിച്വൽസ് എന്ന് പറയുന്നത് കമ്മ്യൂണൽ സിംഗിങ് ഓഫ് ഹിംസ്, എല്ലാവരും കൂടി നിന്ന് ശ്ലോകം പാടുക, നാമങ്ങൾ ജപിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചാൻഡിങ്, അഗെയിൻ ചാൻഡ് ചെയ്യുക. ദെൻ എന്താണ്, റിലീജിയസ് ഡ്രാമാസ് ആൻഡ് ഡാൻസുകൾ കണ്ടക്ട് ചെയ്തിരുന്നു. ദെൻ എപ്പിക് സ്റ്റോറീസ്, അതുപോലെ തന്നെ ഭഗവാൻ വിഷ്ണുവിൻ്റെ വലിയ വലിയ മഹത്തായ കാര്യങ്ങൾ റിസൈറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു മറ്റുള്ള ഭക്തി റിച്വൽസ് എന്ന് പറയുന്നത്. ഇനി ഭക്തി എന്ന് വെച്ചാൽ ഭക്തി എന്ന് പറഞ്ഞ ട്രഡീഷനിൽ വരുന്നത് നമുക്കറിയാം, ഭക്തി മാർഗ്ഗമാണ് ഏറ്റവും കൂടുതൽ അവർ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ലിബറേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഭക്തി മൂവ്മെന്റിന്റെ ഏറ്റവും കൂടുതൽ അവർ വിചാരിക്കുന്ന അവരൊരു മെയിൻ എയിം എന്താണ്? ലിബറേഷൻ ആണ്, മോക്ഷം കിട്ടുക, അതും ദൈവത്തിനോട് ചേർന്നിട്ട്. അപ്പൊ ലോർഡ് കൃഷ്ണ 3 സ്പിരിച്വൽ പാത്തുകൾ അർജുന പറഞ്ഞു കൊടുക്കുന്നുണ്ട് മഹാഭാരതത്തിൽ. എന്ത്? ലിബറേഷനിലേക്ക് എങ്ങനെ എത്താം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ 3 എണ്ണം പറയുന്നതിൽ ഒന്ന് ജ്ഞാനമാർഗമാണ്, എന്ന് വെച്ചാൽ നോളജിലൂടെ. കർമ്മമാർഗമാണ്, എന്താണ്? പാത്ത് ഓഫ് ആക്ഷൻ, നമ്മുടെ പ്രവൃത്തികളിലൂടെ. ഭക്തിമാർഗം പാത്ത് ഓഫ് ഡിവോഷനിലൂടെ. അപ്പം ഈ ഭക്തിമാർഗം പിന്നീട് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയ ട്രഡീഷനായി മാറി എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ് ഈ ഭക്തിയുടെ മീനിങ് എന്നുള്ളതാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഡിവോഷൻ, ദൈവത്തിനോടുള്ള ആരാധന. ഭക്തിമാർഗം എന്ന് പറയുന്നത് ആരാധനയിലൂടെയുള്ള വഴി, എന്ന് വെച്ചാൽ ദൈവത്തിന്റെ അടുത്തേക്ക് എത്താനുള്ള വഴി, ലിബറേഷനിലേക്ക് എത്താനുള്ള വഴി. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഡിവൈൻ ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആണ്. അത് ആരുടെ സൈഡിൽ നിന്ന്? മനുഷ്യന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ ഞാൻ ദൈവത്തിന്റെ അടുത്തേക്ക് എത്തണം? എങ്ങനെയാണ്? ആ ഒരു ഭക്തിയുടെ മാർഗത്തിലൂടെ ഞാൻ ദൈവത്തിന്റെ അടുത്തേക്ക് എത്തണം. എൻ്റെ ഈ ഭൂമിയിലുള്ള എല്ലാ സന്തോഷങ്ങളും വെടിഞ്ഞ് ഞാൻ ദൈവത്തിലേക്ക് എന്നെ അർപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഭക്തിമാർഗം വരുന്നത്. ഭക്തിയിലെ പോപ്പുലർ ആയ റിലീജിയസ് പ്രാക്ടീസസും ഉണ്ട്, അതുപോലെ തന്നെ സന്യാസ ജീവിതത്തിൽ പാലിക്കുന്ന ഐഡിയൽസും ഉണ്ടെന്നാണ് പറയുന്നത്. സോ ആസ് ഐ സെഡ് ഏർലിയർ, ദ മെയിൻ ഗോൾ ഈസ് മോക്ഷ, ഫ്രീഡം ഫ്രം വേർഡ്ലി എക്സിസ്റ്റൻസ്. ഈ ലോകത്തുള്ള കാര്യങ്ങളിൽ നിന്ന് ഫ്രീഡം കിട്ടുക, ആ ഒരു മോക്ഷം നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മെയിൻ എയിമായിട്ട് വരുന്നത്. ഇനി ഭക്തി മറ്റൊരു കാര്യം കൂടി പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഒറ്റ ദൈവത്തിനെ, എന്ന് വെച്ചാൽ നമ്മൾ ചോസ് ചെയ്യുന്ന ഒരു ദൈവത്തിനെ പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ളൊരു വിശ്വാസമാണ് ഭക്തി പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ഒരു ഹിന്ദുയിസത്തിൽ വരുന്ന മൾട്ടിപ്പിൾ ഗോഡിനെ ഉദ്ദേശിക്കുന്നില്ല. ഒറ്റ ഗ്രൂപ്പ്, എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആവും, അവരെന്താണ് ഒരു ദൈവത്തെ ചൂസ് ചെയ്യുക. അതാണ് നേരത്തെ വൈഷ്ണവര്, അവർ വിഷ്ണുമായ, ദെൻ ശിവനെ ചൂസ് ചെയ്യുന്നവര്, ശക്തിയെ ചൂസ് ചെയ്യുന്നവര്. സോ ദർ ഈസ് ഓൺലി വൺ ഗോഡ് എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഈ ചോസൺ ഡെയിറ്റിയെ അവർ വിളിച്ചിരുന്നത് ഇഷ്ടദേവ, പേഴ്സണൽ ഗോഡ് എന്നാണ്. അപ്പോൾ ഡിവോട്ടീസ് ആ ഒരു ദൈവവുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിരുന്നത്? സെൽഫിഷ് മോട്ടീവ്സ് ഒന്നുമില്ലാത്ത സെൽഫ്ലെസ് ഡിവോഷനോട് കൂടിയിട്ടാണ് അവർ ദൈവത്തിനെ കണക്ട് ചെയ്തിരുന്നത്. ദെൻ ഇതിൽ വരുന്ന ഏറ്റവും പോപ്പുലർ ആയ ഡെയിറ്റി ആയിരുന്നു കൃഷ്ണ, ലോർഡ് കൃഷ്ണ. ഭക്തി ട്രഡീഷനിലെ ഏറ്റവും പോപ്പുലർ ആയ ഡെയിറ്റിയാണ് കൃഷ്ണ. അപ്പൊ കൃഷ്ണ ആൻഡ് ദ ഗോപീസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. കൃഷ്ണ ആൻഡ് ദ ഗോപീസ് എന്താണ്? ഗോപികമാർ. കൃഷ്ണനും ഗോപികമാരും എങ്ങനെയായിരുന്നു? എല്ലാം വെടിഞ്ഞ് ദൈവത്തെ, കൃഷ്ണനെ ആരാധിച്ചിരുന്നവരായിരുന്നു ഗോപികമാർ. സോ അങ്ങനെ ആയിരിക്കണം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ എന്നുള്ളൊരു വിശ്വാസം ഭക്തി ട്രഡീഷനിലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവര് എന്ന് വെച്ചാൽ ഭക്തി ട്രഡീഷൻ ഫോളോ ചെയ്തവരുടെ മെയിൻ ബിലീഫ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, കൃഷ്ണനാണ് ഭഗവാൻ വിഷ്ണുവിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇൻകാർണേഷൻ, ദാറ്റ് മീൻസ് അവതാരം എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ദെൻ ഗോപീസ് എന്ന് പറയുന്നത് ഗോപികമാരാണ്. അതായിരുന്നു അവരുടെ, എന്ന് വെച്ചാൽ കൃഷ്ണന്റെ ഏറ്റവും ഡിവോട്ടഡ് ആയ ഫോളോവേഴ്സ് എന്നാണ് ഭക്തി ട്രഡീഷൻ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അവരുടെ എന്ന് വെച്ചാൽ ഈ ഗോപികമാരുടെ ലവ് ആരോട്? കൃഷ്ണനോടുള്ള പ്രണയമായിരുന്നു പെർഫെക്റ്റ് ഡിവോഷന്റെ സിമ്പൽ എന്നാണ്. എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ഡിവോഷൻ ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കണമെങ്കിൽ അതാരാണ്? ഈ ഗോപികമാരും
കൃഷ്ണനും തമ്മിലുള്ള ആ ഒരു ഗോപികമാർക്ക് കൃഷ്ണനോടുള്ള ആരാധനയാണ് പെർഫെക്റ്റ് ആയ ഡിവോഷൻ എന്നാണ് ഭക്തി ട്രഡീഷൻ വിശ്വസിച്ചിരുന്നത്. സോ ഡിവോട്ടീസ് എന്തായിരിക്കണം? സ്വയം ഉപേക്ഷിക്കണം, തനിക്ക് ചുറ്റുമുള്ള എല്ലാം മറക്കണം, ദൈവത്തിനെ മാത്രം കാണണം എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഇനി ഇതിലുള്ള മറ്റൊരു ഭക്തിയായിരുന്നു വിരഹഭക്തി. വിരഹഭക്തി എന്ന് പറയുന്നത് ഡിവോഷൻ എക്സ്പ്രസ്ഡ് ത്രൂ ലോങ്ങിങ് ഓർ സെപ്പറേഷൻ ഫ്രം ഗോഡ്. ആക്ച്വലി വിരഹം എന്ന് വരുമ്പോൾ തന്നെ വി വിൽ തിങ്ക് അബൌട്ട് ലോർഡ് കൃഷ്ണ, അല്ലെ? ജയദേവന്റെ ഗീതാഗോവിന്ദം കേട്ടിട്ടുണ്ടോ? ഒന്ന് വായിച്ചു നോക്കുക ഇഫ് പോസിബിൾ. അപ്പോൾ യു വിൽ ഗെറ്റ് എൻ ഐഡിയ. ആ ഒരു വിരഹവേദന, കൃഷ്ണനെ പിരിഞ്ഞിരിക്കുന്ന രാധയുടെ വിരഹവേദന. സോ ആ ഒരു വിരഹം എന്നുള്ള ആ ഒരു മെയിൻ കോൺസെപ്റ്റ് പ്രണയത്തിലെ ഏറ്റവും വലിയ ഭാവമാണെന്നും അതിങ്ങനെ വരുന്നത് തന്നെ കൃഷ്ണൻ എന്ന് പറഞ്ഞ ദൈവത്തിൽ വെച്ചിട്ടാണ്. സോ ഇവിടെ വിരഹ ട്രഡീഷൻ അല്ലെങ്കിൽ വിരഹ ഭക്തി എന്ന് പറയുന്നത് അത് തന്നെയാണ്. കൃഷ്ണനെ അസോസിയേറ്റ് ചെയ്തിട്ടാണ്. എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിലൊക്കെ പ്രൊമിനൻ്റ് ആയിട്ട് 8th സെഞ്ചുറിയിൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ഡിവേർഷൻ ആയിരുന്നു ഇത്. എന്ന് വെച്ചാൽ ആ ഒരു ദൈവത്തിൽ നിന്ന്, കൃഷ്ണനിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിരിക്കുന്ന വേദനയിൽ ജീവിക്കുന്ന ആളുകൾ, ആ ഒരു രീതിയിലാണ് ഡിവോഷൻ കൊണ്ടുപോയിരുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഭക്തിയുടെ പില്ലേഴ്സ് ആണ്. സോ ഫസ്റ്റ് വൺ ഈസ് ലവ്, എന്ന് വെച്ചാൽ ദൈവത്തിനോടുള്ള അതിയായ സ്നേഹം. ആ ഒരു ദൈവത്തിനോട് ഉള്ള സ്നേഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ആ ഒരു ദൈവത്തിനോട് ഡീപ്പ് ഇൻറ്റിമസി കൊണ്ടുവരിക. അതുപോലെ തന്നെ ദൈവത്തിനെ ബിലൗഡ് ആയിട്ട് ചിന്തിക്കുക. ദൈവം എൻ്റെ കാമുകനാണ്, പ്രണയിതാവാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. നെക്സ്റ്റ് വൺ ആണ് മെഡിറ്റേഷൻ. എന്ന് വെച്ചാൽ ദൈവത്തിനെ വളരെ തോട്ട്ഫുള്ളി ചിന്തിച്ച് മനസ്സിലാക്കി ദൈവത്തിൽ ഡീപ്പ് ഡിവോഷൻ കൊണ്ടുവരുന്നതാണ് മെഡിറ്റേഷൻ. അപ്പം ഇതാണ് 2 പില്ലേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഭക്തിയിലുള്ള മെഡിറ്റേഷൻ മാർഗങ്ങളാണ് നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സർഗുണ ഭക്തി. എന്ന് വെച്ചാൽ ദൈവത്തിനെ മറ്റൊരു ഫോമിലുള്ള വ്യക്തിയായിട്ട് കണക്കാക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗമല്ല, മറ്റൊരു വ്യക്തിയായിട്ട് കണക്കാക്കി നമ്മൾ ആ വ്യക്തിയെ എന്ന് വെച്ചാൽ ആ ഒരു മെഡിറ്റേഷൻ നടത്തുക. നിർഗുണ ഭക്തി എന്ന് പറയുന്നത് ദൈവവും നമ്മളുടെ ഈ ഒരു സെൽഫും തമ്മിൽ വ്യത്യാസമില്ല, ഡിവോട്ടിയും ഗോഡും ഒന്നായി മെർജ് ചെയ്ത് നിൽക്കുന്നതിനെയാണ് നിർഗുണ ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 2 ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ ഭക്തി ട്രഡീഷൻ എന്താണെന്ന് മനസ്സിലാക്കി, എന്താണ് ഈ ഭക്തി ട്രഡീഷൻ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ ഭക്തി ട്രഡീഷൻ സൗത്ത് ഇന്ത്യയിൽ എങ്ങനെ വന്നു, അതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഭക്തി ട്രഡീഷനിൽ കൃഷ്ണഭക്തി കൾട്ടാണ് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഏകദേശം 8th സെഞ്ചുറിയിലാണ് ഉണ്ടായിരുന്നത്. കൃഷ്ണഭക്തി കൾട്ട് എന്ന് പറഞ്ഞാൽ കൃഷ്ണഭക്തി വിശ്വാസം, ആ ഒരു കൃഷ്ണനോടുള്ള വിശ്വാസമായിരുന്നു ആദ്യമായിട്ട് വരുന്നത്. ഏകദേശം എന്ന് വെച്ചാൽ തമിഴ് റീജിയനിലാണ് ഇത് ബിഗാൻ ചെയ്യുന്നത്. ലീഡേഴ്സിനെ വിളിച്ചിരുന്നത് ആൽവാസ് എന്നായിരുന്നു. ഈ ആൽവാസ് എന്ന് പറയുന്നത് ഇന്നേറ്റ് ആയിട്ട് ദൈവത്തിനെ കുറിച്ച് അറിവുള്ളവരും ദൈവത്തിനോട് അടുപ്പമുള്ളവരുമായിരുന്നു എന്നാണ് വിശ്വസിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ബൈ ബർത്ത് തന്നെ അവർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, ദൈവത്തിനായിട്ട് കണക്റ്റഡ് ആണ് അവർ എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. ദെൻ അവരെ വിശ്വസിച്ചിരുന്നത് ദൈവവുമായിട്ട് വളരെ പേഴ്സണൽ ആയ റിലേഷൻഷിപ്പാണ്. ദെൻ ഇവരുടെ ഒരു മൂവ്മെന്റ്, അല്ലോ ആൽവാർ മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിരുന്നത്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നാണ് നെക്സ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു തരുന്നത്. ഒന്നാമത്തത് അവർ കാസ്റ്റ് സിസ്റ്റം റിജക്റ്റ് ചെയ്തിരുന്നു. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു, എന്താണ് ഭക്തി ട്രഡീഷൻ വന്നത് കാസ്റ്റ് സിസ്റ്റത്തെ റിജക്റ്റ് ചെയ്യുന്ന ആ ഒരു ആന്റി കാസ്റ്റ് മൂവ്മെന്റിന്റെ ഇൻഫ്ലുവൻസോട് കൂടിയാണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇവിടെ ആൽവാർ മൂവ്മെന്റിലും കാസ്റ്റ് സിസ്റ്റം അവരെ റിജക്റ്റ് ചെയ്തിരുന്നു. അതുപോലെ എല്ലാ സെക്ഷൻ ഓഫ് സൊസൈറ്റിയിൽ നിന്നും റിക്രൂട്ടേഴ്സ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ സെയിൻസ് ആയിട്ട് ഇവിടെ ഈ ഒരു ഭക്തി മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ എല്ലാ സെക്ടേഴ്സിൽ നിന്നും ആളുകൾ ജോയിൻ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ സാൻസ്ക്രിറ്റിനെ അവർ റിജക്റ്റ് ചെയ്തിരുന്നു. നമുക്കറിയാലേ തമിഴൻസ് ദേ ഓൾവേസ് ഗീവ് പ്രയോറിറ്റി ടു ദയർ ഓൺ ലാംഗ്വേജ്. സോ ഇവിടെ അവർ സാൻസ്ക്രിറ്റിനെ റിജക്റ്റ് ചെയ്ത് തമിഴ് ലാംഗ്വേജിനെ തന്നെയാണ്, എന്ന് വെച്ചാൽ ലോക്കൽ ലാംഗ്വേജ് ആയ തമിഴ് തന്നെയാണ് അവരുടെ ഡിവോഷണൽ എക്സ്പ്രഷൻ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഈ സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കലാണെന്നും എന്ന് വെച്ചാൽ ആ ഒരു കാസ്റ്റ് ഹൈറാർക്കി ഇൻഡയറക്റ്റ് ആയിട്ട് കാണിക്കുന്നതാണെന്ന് കരുതി അവർ സാൻസ്ക്രിറ്റിനെ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവര് ദൈവത്തിനോട് എന്ന് വെച്ചാൽ ഇഷ്ട ദൈവത്തിനോടുള്ള പേഴ്സണൽ ഡിവോഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ദെൻ ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയ സെയിൻസ് നിങ്ങൾ പഠിക്കണം. എന്ന് വെച്ചാൽ ഈ ആൽവാർ ട്രഡീഷനിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ സെയിൻസ് ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ ആണ് നമ്മൾവാർ. അദ്ദേഹം പറയുന്നത് മനുഷ്യന്റെ സോൾ, നമ്മുടെ ആത്മാവും അതുപോലെ തന്നെ ഗോഡിൻ്റെയും ആ ഒരു ഒത്തൊരുമ, വണ്ണസിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം സ്പോക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ അദ്ദേഹം ഇൻറ്റൻസ് ആയ സ്പിരിച്വൽ ഡിവോഷൻ, ദൈവത്തിനോടുള്ള ഇൻറ്റൻസ് സ്പിരിച്വൽ ഡിവോഷൻ എൻകറേജ് ചെയ്ത വ്യക്തിയാണ് നമ്മൾവാർ. നെക്സ്റ്റ് പേഴ്സൺ യമുനാചാര്യ
ആൻഡ് നദമുനി. ഇവർ രണ്ടുപേരും ഈ ഒരു ഭക്തി മൂവ്മെന്റ് സ്പ്രെഡ് ആവാനും ഡെവലപ്പ് ചെയ്യാനും സഹായിച്ച രണ്ട് ഇമ്പോർട്ടൻറ്റ് സെയിൻസ് ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, കോൺട്രിബ്യൂഷൻ ഓഫ് രാമാനുജ. സോ അഗെയിൻ ദ അനദർ പേഴ്സൺ ഈസ് രാമാനുജ. ഇമ്പോർട്ടൻ്റ് ആയ ഭക്തി ഫിലോസഫർ ഓഫ് 13th century ആണ്. പേഴ്സണൽ ഗോഡിനോടുള്ള ഡിവോഷന് ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തിയാണ്. ഭഗവത്ഗീതയെ ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ആയിട്ട്, എന്ന് വെച്ചാൽ കൃഷ്ണന്റെ ഭക്തിയെക്കുറിച്ച് പറയുന്ന ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നു ഇദ്ദേഹം. ദെൻ സഗുണ ഭക്തിക്കാണ്, എന്ന് വെച്ചാൽ ഗോഡിനൊരു ഫോം ഉണ്ടെന്നും സെപ്പറേറ്റ് ആയിട്ട് മെഡിറ്റേഷൻ നടത്തണമെന്നും ഞാൻ പറഞ്ഞു. സോ അങ്ങനെ ആ ഒരു ഭക്തിക്ക് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് രാമാനുജ. ദെൻ അപ്പൊ ഇത്രയും നേരം നമ്മൾ കൃഷ്ണനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ്, ശിവഭക്തി ട്രഡീഷനും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അത് ഏകദേശം 12th century ആരംഭിക്കുന്നത്. അവരെ വിളിച്ചിരുന്ന പേരാണ് വീരശൈവാസ് ഓർ ലിംഗായസ്. ഈ ലിംഗായസിന് ഞാൻ പല സ്ഥലത്ത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. സെക്റ്റുകളുടെ എക്സാമ്പിൾ ആണ് ലിംഗായസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ലിംഗായസ് ആണ് ശിവഭക്തി ട്രഡീഷന്റെ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഇവരെ വിളിക്കുന്ന പേരാണ് ലിംഗായസ്. ലിംഗായസ് അല്ലെങ്കിൽ വീരശൈവ മൂവ്മെന്റിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ബാസവയാണ്. ഒരു ബ്രാഹ്മിൺ പ്രൈം മിനിസ്റ്റർ ആണ് കല്യാണിലുള്ളത്. ഇവരുടെ മൂവ്മെന്റ് കാസ്റ്റ് സിസ്റ്റം റിജക്റ്റ് ചെയ്തു, ഇവരെ ഇമേജ് വർഷിപ്പ് റിജക്റ്റ് ചെയ്തു, ആന്റി ബ്രാഹ്മിൺ ഐഡിയോളജി ആയിരുന്നു. എന്ന് വെച്ചാൽ they were against Brahmins, they were against they were fought against Brahmins and the inequality in the society. അതായിരുന്നു കണ്ടീഷൻ. ദെൻ ഇവരുടെ പ്രാക്ടീസസുകൾ എന്ന് പറയുന്നത്, ഇവരൊരു ലിംഗം എന്ന് വെച്ചാൽ ശിവലിംഗം, അതിൻ്റെ ഒരു ചെറിയ പീസ് കഴുത്തിൽ അണിയുമായിരുന്നു മാലയായിട്ട്. ദെൻ ഈ ഒരു ലിംഗത്തിന്റെ ചുറ്റും സിൽവറോ ബ്രാസോ വട്ടനെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള ഒന്നാണ് കഴുത്തിൽ അവർ അണിഞ്ഞിരുന്നത്. എല്ലാ ലിംഗായറ്റ്സും എന്താണ് എന്ന് വെച്ചാൽ ഇപ്പോൾ എത്രയാ വയസ്സ്, ഏതാ സെക്സ് എന്ന് വെച്ചാൽ മെയിൽ ആണോ ഫീമെയിൽ ആണോ, കാസ്റ്റ് ഒന്നും നോക്കിയിരുന്നില്ല. എല്ലാവരും ഈ ഒരു ലിംഗം വെച്ചിട്ടുള്ള സാധനം കഴുത്തിൽ അണിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൻ്റെ ഒരു ഇത് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവർക്കിടയിൽ ഈക്വാലിറ്റി ഉണ്ട്, ദേ ആർ ഈക്വൽ, അവർ തുല്യരാണ് എന്ന് കാണിക്കാനാണ് അത് അണിഞ്ഞിരുന്നത് എന്നാണ് പറയുന്നത്. ദെൻ ഈ സദേൺ ഭക്തിയുടെ ലിറ്റററി എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭക്തി ടീച്ചിങ് എല്ലാം വന്നിരുന്നത് ലിറിക്സ് ആയിട്ടും ശ്ലോകങ്ങളായിട്ടും വചനങ്ങളായിട്ടും ഒക്കെയാണ്. കന്നഡ ലാംഗ്വേജിലാണ് കൂടുതലും എഴുതിയിരിക്കുന്നത്. ദെൻ ഇവരുടെ പോയംസ് എല്ലാം പേഴ്സണൽ ഡിവോഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ വേദിക് ട്രഡീഷൻസും റിച്വൽസും ഒക്കെ റിജക്റ്റ് ചെയ്യുന്ന തീംസ് വെച്ചിട്ടുള്ള പോയംസ് ആയിരുന്നു. ദെൻ ഓർത്തഡോക്സ് ബിലീഫ് സിസ്റ്റത്തിനെയും കസ്റ്റംസിനെയും ഒക്കെ എഗെയിൻസ്റ്റ് ആയിരുന്നു ഇവരുടെ പോയംസ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ലിംഗായറ്റിസം എന്ന് വെച്ചാൽ അതൊരു മൂവ്മെന്റ് ആണ്. ഇസം എന്ന് പറഞ്ഞാൽ എന്താ, മൂവ്മെന്റ്. അപ്പൊ അതിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുകയാണെങ്കിൽ, അതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഒരു പ്രാധാന്യം എന്താന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആന്റി ബ്രാഹ്മിൺ മൂവ്മെന്റ് ആണ്, കാസ്റ്റ് ഹൈറാർക്കിക്ക് അഗെയിൻസ്റ്റ് ആണ്. സോ ഇതൊരു പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് ആണ്. ഓർത്തഡോക്സ് പോളിതീസ്റ്റിക് ഹിന്ദുയിസത്തിന് അഗെയിൻസ്റ്റ് ആയിരുന്നു. പോളിതീസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൈവത്തെ വിശ്വസിക്കുന്ന ആ രീതിക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു. ദെൻ ആ ഒരു സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒന്നും ഇവർ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ദൈവത്തിനോട് സെൽഫ്ലെസ് ആയ സ്നേഹം അല്ലെങ്കിൽ ഡിവോഷൻ, ആരാധനയാണ് ഇവർ പ്രൊമോട്ട് ചെയ്തത്. ദൈവവും ഡിവോട്ടിയും തമ്മിലുള്ള യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത ആൾക്കാരാണ്. ജനങ്ങൾക്കിടയിൽ ഈക്വാലിറ്റി വേണമെന്ന് പറഞ്ഞ ആളുകളാണ് ഇവരെന്നാണ് പറയുന്നത്. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ പേഴ്സൺ ആണ് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ശിവ കൾട്ട് അല്ലെങ്കിൽ ശിവന്റെ ഭക്തി, ശിവനോടുള്ള ഭക്തി എന്ന് പറഞ്ഞ ഈ ട്രഡീഷനിലെ ഭാഗമായ വ്യക്തിയാണ് ഗാന്ധകർണ. ഇത് എ സൈവ സെയിന്റ് ആണ്. ശിവന്റെ സുപ്രീമസി റിയലൈസ് ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം എന്നാണ് പറയുന്നത്. തൻ്റെ ശരീരവും ഒരു സാക്രിഫൈസ് ആയി ശിവനെ കൊടുത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള കഥയിൽ പറയുന്നത് എന്താ വെച്ചാൽ, അദ്ദേഹത്തിന്റെ ബോഡി ടെമ്പിളിന്റെ കവാടമായി മാറി, അദ്ദേഹത്തിന്റെ ലിംസ് ഡോർ ഫ്രെയിമായി മാറി, അദ്ദേഹത്തിന്റെ ഹെഡ് ടെമ്പിൾ ബെല്ലായി മാറി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിനോടുള്ള കംപ്ലീറ്റ് ഡിവോഷൻ ആണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു ടെമ്പിളിന്റെ കവാടമായിട്ട് തൻ്റെ ശരീരവും അതുപോലെ തൻ്റെ കൈകാലുകൾ ഡോർ ഫ്രെയിംസ് ആയിട്ടും തൻ്റെ ഹെഡ് ടെമ്പിളിന്റെ മണിയായിട്ടും കൊടുത്തു, അദ്ദേഹം സാക്രിഫൈസ് ചെയ്തു എന്നാണ് ബിലീഫ്. ദെൻ ഈ ഭക്തി സൗത്ത് ഇന്ത്യയിൽ പോപ്പുലർ ആവാനുള്ള മെയിൻ കാരണം ഡെഫിനറ്റ്ലി ലോവർ ആൻഡ് പുവർ ഗ്രൂപ്പ്സിനെ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആൻറ്റി കാസ്റ്റ് ഹൈറാർക്കി മൂവ്മെന്റ് ആണ്.
സോ ഡെഫിനറ്റ്ലി ലോവർ കാസ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സോഷ്യൽ ഇന്നീക്വാലിറ്റിയെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ലോക്കൽ ലാംഗ്വേജിലാണ് ഡിവോഷണൽ സോങ്സ് വന്നത്, അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു. ഈ ശൂദ്രാസിനൊക്കെ മനസ്സിലാകുമായിരുന്നു. ലാർജ് സെക്ഷൻ ഓഫ് സൊസൈറ്റിയിലേക്ക് എത്തിയിരുന്നു. സോഷ്യൽ ആൻഡ് കൾച്ചറൽ യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ച ഒന്നാണ് സൗത്ത് ഇന്ത്യയിലുള്ള ഭക്തി ട്രഡീഷൻ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ സൗത്ത് ഇന്ത്യയിലുള്ള ഭക്തി ട്രഡീഷൻ പഠിച്ചു. ഇനി എന്താണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്? നോർത്ത് ഇന്ത്യയിലുള്ള ഭക്തി ട്രഡീഷൻ ആണ്. ഭക്തി സൗത്ത് ഇന്ത്യയിൽ നിന്ന് സെൻട്രൽ നോർത്ത് ഇന്ത്യയിലേക്ക് സ്പ്രെഡ് ആയതാണെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് സെൻട്രൽ നോർത്ത് ഇന്ത്യയിലേക്ക് സ്പ്രെഡ് ആവുകയാണ്. അപ്പോൾ ദ ബിഗിനിങ് വാസ് ഇൻ സൗത്ത് എന്നാണ് പറയുന്നത്. ലോക്കൽ ട്രഡീഷൻ പുതിയ പുതിയ ഡിവോഷണൽ ഫോംസുകൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അങ്ങനെ സ്പ്രെഡ് ആവും തോറും ഓരോ സ്ഥലങ്ങളിൽ, ഓരോ റീജിയനുകളിൽ എന്താണ് ഓരോ ട്രഡീഷൻസ് ഉണ്ടാവും, അത് അതിന് പുതിയ ഫോംസുകൾ കൊടുത്തു എന്ന് പറയുന്നു. ദെൻ വൈഷ്ണവാസും സൈവാസും ഇവിടെ ഈ ട്രഡീഷൻ ഡെവലപ്ഡ് ആയിരുന്നു അവിടെ എന്ന് പറയപ്പെടുന്നു. ദെൻ ഭക്തി മറാത്തി റീജിയനിൽ ഉണ്ടായിരുന്നു, അവിടെ കൃഷ്ണ ഭക്തി ട്രഡീഷൻ ആയിരുന്നു. അത് സെൻട്രൽ ഇന്ത്യയിലാണ് ഡെവലപ്പ് ആയത്. ഫേമസ് സെയിന്റ് എന്ന് പറയുന്നത് തുകരമാണ്. 1598 തൊട്ട് 1649 വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം. അദ്ദേഹം കൃഷ്ണയെ വിധോബ അല്ലെങ്കിൽ വിതല എന്നുള്ള രീതിയിലാണ് വേർഷിപ്പ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ ഒരു മെയിൻ ഐഡിയ എന്ന് വെച്ചാൽ ദൈവവുമായി ചേർന്ന് ലിബറേഷൻ നേടിയെടുക്കുക എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. നെക്സ്റ്റ് വല്ലഭാചാര്യ ഇസ് അനദർ സെയിന്റ്. കൃഷ്ണ കൾട്ടിനാണ് വിശ്വസിച്ചിരുന്നത്, കൃഷ്ണനെയാണ് ആരാധിച്ചിരുന്നത്. 1479 തൊട്ട് 1531 വരെയാണ് കാലഘട്ടം. കൃഷ്ണ ഭക്തി നോർത്തിൽ പിന്നീട് സ്പ്രെഡ് ആക്കിയത് അദ്ദേഹമാണ്. മധുര റീജിയനിലും ഈ ഒരു കൃഷ്ണ കൾട്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മധുരയിലെ കൃഷ്ണ ഡിവോഷൻ എന്ന് വെച്ചാൽ പിന്നീട് മധുരയാണ് കൃഷ്ണ ഡിവോഷന്റെ സെന്ററായി മാറിയത്. സോ ഹീസ് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് പിന്നീടുള്ള നോർത്ത് ഇന്ത്യയിലുള്ള മേജർ ഭക്തി സെയിൻസ് ആണ്. 3 ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ സൂർദാസ്, 1485 തൊട്ട് 1563 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. കൃഷ്ണനുമായിട്ടുള്ള ആ ഒരു ആരാധന, കൃഷ്ണനോടുള്ള കംപ്ലീറ്റ് ഡിവോഷനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചിരുന്നതും ജനങ്ങളെ അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചിരുന്നതും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഈസ് മീരാബായ്. 1500 തൊട്ട് 1550 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. രാജകുമാരി ആയിരുന്നു. ആ രാജ്ഞി പദവി ഒഴിവാക്കി കംപ്ലീറ്റ് ആയിട്ട് എന്താണ് കൃഷ്ണനെ ഗിർധർ ഗോപാൽ എന്നാണ് അവർ വിളിച്ചിരുന്നത്. അപ്പൊ കൃഷ്ണനെ മൊത്തമായി തന്നെ അർപ്പിച്ച ഒരു ലേഡിയാണ്. ദെൻ ചൈതന്യ 1485 തൊട്ട് 1533 വരെ ആണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. കൃഷ്ണഭക്തിയും അതുപോലെ എന്ന് വെച്ചാൽ കൃഷ്ണഭക്തിയെ മൊത്തമായി സ്പ്രെഡ് ചെയ്യുകയും പിന്നീട് ഭക്തി സെന്റർ, മധുര ഒരു ഭക്തി സെന്റർ ആക്കാൻ സഹായിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ചൈതന്യ. ഇനി ഇതിൽ 3-ലും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് മീരാബായ്. സോ അതുകൊണ്ട് തന്നെ മീരാബായെ കുറിച്ച് കുറച്ചും കൂടി നിങ്ങൾ അറിയണം. സോ മീരാബായ് കൃഷ്ണനിൽ ഡീപ്ലി ഡിവോട്ടഡ് ആയിരുന്നു. അവരുടെ ആ ഒരു കഥയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ലെജൻഡ് പറയുന്നത് കൃഷ്ണ അവരുടെ ആത്മാവിനെ സ്വന്തമാക്കി എടുത്തു എന്നാണ് പറയുന്നത്. അവരുടെ ഡിവോഷൻ കാരണം, അവരുടെ ആരാധന കാരണം കൃഷ്ണൻ മീരാബായുടെ ആത്മാവിനെ സ്വയം നെഞ്ചിലേറ്റി സ്വയം എടുത്തു എന്നാണ് പറയുന്നത്. ഗ്രേറ്റസ്റ്റ് നോളജ് എന്ന് പറയുന്നത് കൃഷ്ണനോടുള്ള ഡിവോഷൻ ആണ്. ആ ഒരു ടീച്ചിങ് വരുന്നത് ചൈതന്യയുടെയാണ്. ചൈതന്യ പറയുന്നത് കൃഷ്ണനോടുള്ള ഡിവോഷനാണ് ഏറ്റവും വലിയ നോളജ് എന്നും ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് കൃഷ്ണനുള്ള സെപ്പറേഷൻ ആണെന്നും ഏറ്റവും വലിയ എന്താ പറയാ ഡിവോഷൻ എന്ന് പറയുന്നത് കൃഷ്ണനോടുള്ള ആരാധനയാണെന്നും ഡിവോട്ടീസ് എന്താണ് രാധയും ഗോപികമാരും പോലെ മാറണം എന്നാണ് ആരുടെ ഒപ്പീനിയൻ? ചൈതന്യയുടെ ഒപ്പീനിയൻ. ദെൻ പിന്നീട് നോർത്ത് ഈസ്റ്റിലേക്കും ഭക്തി ട്രഡീഷൻ സ്പ്രെഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഭക്തി ആസാമിലേക്ക് 16th സെഞ്ചുറിയിലാണ് സ്പ്രെഡ് ആവുന്നത്. മെയ്തേയ് ട്രൈബാണ് പിന്നീട് വൈഷ്ണവൈറ്റ് ഫോളോവേഴ്സ് ആയത്, എന്ന് വെച്ചാൽ വിഷ്ണുവിന്റെ ഫോളോവേഴ്സ് ആയിട്ട് മാറിയത്. ശിവഭക്തിയും നോർത്തേൺ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ശിവഭക്തി കാശ്മീരിലായിരുന്നു എന്നാണ് പറയുന്നത്. അതിലെ മേജർ ഫോളോവേഴ്സ് ആണ് അഭിനവ ഗുപ്ത, ലല്ല, കാശ്മീർ വുമൺ സെയിന്റ് ആണ് ലല്ല, കാശ്മീരിലുള്ള ഒരു സ്ത്രീ സെയിന്റ് ആണ്. ദെൻ ശിവരാത്രി അവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽ ആയി മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, നൗ ഈ ഒരു ഭക്തി നോർത്ത് ഇന്ത്യയിൽ എന്തുകൊണ്ട് പോപ്പുലറായി, അതിൻ്റെ റീസൺ ആണ് നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എഗെയിൻ നമ്മൾ സൗത്തിൽ കണ്ടതുപോലെ തന്നെ ഹിന്ദു പ്രാക്ടീസുകളെ, ഓർത്തഡോക്സ് ഹിന്ദു പ്രാക്ടീസുകളെ ഓപ്പോസ് ചെയ്യുകയും കാസ്റ്റ് ഇൻഈക്വാലിറ്റി റിജക്റ്റ് ചെയ്യുകയും
എല്ലാ ആളുകൾക്കും ദൈവത്തിന്റെ ഈക്വൽ ആയിട്ട് ആക്സസ് ചെയ്യാം, ദൈവത്തിന് ഈക്വൽ ആയി പ്രാർത്ഥിക്കാം എന്ന് പറയുകയും ലോക്കൽ ലാംഗ്വേജ്, സോങ്സ്, ഇഡിയംസ് തന്നെയാണ് അവരും ഉപയോഗിച്ചത്. ദെൻ ദൈവവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പാണ് അവർ മുന്നോട്ട് വെച്ചത്. വേദിക് റിച്വൽ വേർഷിപ്പുകൾ എന്ന് വെച്ചാൽ പ്രീസ്റ്റിലൂടെയുള്ള എന്ന് വെച്ചാൽ പൂജാരി ഉണ്ടെങ്കിലാണ് റിച്വൽസ് നടത്താൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു കാര്യം ഇവർ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ബട്ട് ദർ ആർ ലോട്ട് ഓഫ് ലിമിറ്റ്സ് ഫോർ ഭക്തി മൂവ്മെന്റ്. ഒന്ന്, എല്ലാ കാസ്റ്റിനും ഓപ്പൺ ആയിരുന്നു, എല്ലാ സോഷ്യൽ ഗ്രൂപ്പ്സിനെയും ഓപ്പൺ ആയിരുന്നു. എന്നാൽ പോലും കാസ്റ്റ് സിസ്റ്റം പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്യാൻ ഭക്തി മൂവ്മെന്റിന് ആയില്ല എന്നാണ് പറയുന്നത്. ഭക്തി മൂവ്മെന്റിന് അതിന് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. ഇനി ഇത്രയും നമ്മൾ മനസ്സിലാക്കി. ഐ നോ യു ഗൈസ് know clearly about what is Bhakti movement. South Indiail എങ്ങനെയായിരുന്നു, നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു. Then in your test there is a small box about ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണെന്നും കൂടി പറഞ്ഞിട്ട് ഈ ഒരു സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ചൈതന്യ മഹാപ്രഭു 1485 ബംഗാളിലാണ് ജനിച്ചത്, ഒരു ബ്രാഹ്മിൺ ഫാമിലിയിലെ. ആ സമയത്ത് ബംഗാൾ എന്ന് വെച്ചാൽ ഏകദേശം 300 വർഷത്തോളം ബംഗാൾ എന്താണ്, മുസ്ലിം റൂളിന് കീഴിലാണ്. ഹിന്ദുയിസം അവിടെ ഒരു ഓർത്തഡോക്സ് റിജിഡ് റിലീജിയൻ ആയിട്ടാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ദെൻ ചൈതന്യ സാൻസ്ക്രിറ്റ് ചൈൽഡ്ഹുഡിൽ പഠിക്കുകയും പിന്നീട് ഒരു സ്കൂൾ ടീച്ചറായി മാറുകയും ദെൻ ആദ്യം ഭക്തിയെ ഡിസപ്രൂവ് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ആദ്യം അതിനെതിരായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ലൈഫ് ചേഞ്ച് ആവുന്നത് ഒരു സന്യാസി, ഈശ്വരപുരി എന്ന് പറഞ്ഞ സന്യാസിയെ ഗയയിൽ വെച്ച് കാണുകയും ദെൻ മിസ്റ്റിക്കൽ വിഷൻസും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് കൃഷ്ണ ഭക്തനായി അദ്ദേഹം മാറുന്നത്. അപ്പോൾ കൃഷ്ണന്റെ ഭക്തനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ വി നോ ദാറ്റ് അദ്ദേഹത്തിന്റെ ഒരു മെയിൻ കാര്യം എന്തായിരുന്നു, മധുരയിൽ അദ്ദേഹം കൃഷ്ണന്റെ മെയിൻ ഭക്തിയുടെ സെന്ററാക്കി മാറ്റി അദ്ദേഹം. സോ ആ ഒരു മധുരയിലുള്ള കൃഷ്ണ ഡിവോഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കൃഷ്ണ വർഷിപ്പിൽ ഓൾറെഡി കണക്റ്റഡ് ആയിരുന്നു അവിടുത്തെ മനുഷ്യന്മാരെന്നാണ് പറയുന്നത്. കൃഷ്ണൻ ജനിക്കുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്നു, കൃഷ്ണൻ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, കൃഷ്ണൻ ഉറങ്ങുമ്പോൾ എല്ലാവരും ഉറങ്ങുന്നു. അങ്ങനെ അവർ പരസ്പരം വിളിച്ചിരുന്നത് പോലും രാധേ രാധേ എന്നായിരുന്നു. അപ്പോൾ സോ ദാറ്റ് മച്ച് സ്പെഷ്യാലിറ്റി കൃഷ്ണ ഡിവോഷന് എവിടെ ഉണ്ടായിരുന്നു, മധുരയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിലൊരു മെയിൻ വ്യക്തിയും കൂടിയാണ് ചൈതന്യ. ദെൻ സഗുണ ഭക്തി ആയിരുന്നു നോർത്ത് ഇന്ത്യയിൽ എന്നാണ് പറയുന്നത്. ബിക്കോസ് സഗുണ മെഡിറ്റേഷൻ ഞാൻ പറഞ്ഞില്ലേ, ആ മെഡിറ്റേഷനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാ. ഈ സഗുണ വ്യക്തിയിലെ ഗോഡിനെ ഒരു ഫോമായിട്ട് കാണുകയും എന്ന് വെച്ചാൽ കൃഷ്ണൻ ഒരു ഫോമായി കാണുകയും അങ്ങനെയാണ് അവർ ദൈവത്തെ ആരാധിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ വി ഹാവ് കെയിം ടു എ കൺക്ലൂഷൻ റിഗാർഡിങ് ഭക്തി ട്രഡീഷൻ. ഭക്തി ട്രഡീഷൻ എന്താണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂഫിസമാണ്. വി ക്യാൻ സ്റ്റഡി ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സൂഫിസത്തെ കുറിച്ച് പഠിക്കാം. അപ്പൊ ഇതുവരെയുള്ള ഭക്തി ട്രഡീഷന്റെ ആ ഒരു PPT ഒന്ന് വായിച്ചു നോക്കുക. ദെൻ ആ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു.